ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ശരീന ഈയിടെയായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് റിലേറ്റഡ് ടു ഫാക്കൽറ്റി ഓഫ് എക്കണോമിക്സ്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബർ ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് മാരിബറിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ലൈക്ക് ടൂറിസം, ലോജിസ്റ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് ബിസിനസ്, മെഡിസിൻ. അപ്പം ഈച്ച് കോഴ്സിനും ഈച്ച് ഫാക്കൽറ്റിയാണ്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബറിൽ ആ ബിൽഡിങ്ങിലായിരിക്കത്തില്ല. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും. ഇപ്പം ഫാക്കൽറ്റി ഓഫ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ്സിലെ സ്റ്റുഡൻസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റി വരുന്നത് മാരിബറിലാണ്. ആകെ ഇവിടെ ബാക്കിയുള്ള ടൂറിസം, ലോജിസ്റ്റിക്സും എല്ലാം ലുബ്ലിയാനയിലാണെന്ന് തോന്നുന്നു. പിന്നെ സെലിയോയിലുണ്ട് ലോജിസ്റ്റിക്സിൻ്റെ സെലിയയിലാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എൻക്വയറീസ് ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ബിൽഡിങ് ഭയങ്കര ഷോക്കാണെന്നാണല്ലോ കേട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഫാക്കൽറ്റി ഓഫ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ്സിന് മെയിനായിട്ട് 2 ബിൽഡിങ്സാണുള്ളത്. ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി ബിൽഡിങ്ങാണ്. എന്താ പറയുക, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ബിൽഡിങ്സാണ്. ക്ലാസ് റൂം ആയിക്കോട്ടെ, എന്താ പറയുക, ബാക്കിയുള്ള ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം പക്കയാണ് ഗൈസ്. സോ അതിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടുന്നതായിരിക്കും. ലൈക്ക് ഫാക്കൽറ്റിയുടെ വീഡിയോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് മാരിബർന്ന് കേൾക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പം യൂണിവേഴ്സിറ്റിയുടെ പിക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അവിടെയാണ് ഞങ്ങൾ പഠിക്കാൻ പോണേന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ. പക്ഷെ അവിടെ പഠിക്കാന്ന് വിചാരിച്ച് വരരുത്. ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്കൽറ്റി വേറെ സ്ഥലത്താണ്, യൂണിവേഴ്സിറ്റി വേറെ സ്ഥലത്താണെന്നൊക്കെ. യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് പ്ലേസസ് ഉള്ള ഫാക്കൽറ്റിന്റെ. സോ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ഓൾറെഡി പ്രിപ്പയർ ആയി പോകുന്നതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ അഡ്രസ്സ് എന്താണ്, അങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആയി പോകുന്നതാണ്. സോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. സോ അത് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേട്ടാ ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത്. അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഇപ്പോഴത്തെ കുറേ ഏജൻസീസ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. അത് ഏതൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് ഒന്നും അറിയില്ല എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കെന്തോ അതിനെപ്പറ്റി പറയാനുള്ള ഏജൻസീസ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണോ ഇവിടെ കൊടുക്കുന്നത്? സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏജൻസിക്കാർ വലിയ പറ്റിക്കലൊന്നും നടത്തിയിട്ടില്ല. അത്യാവശ്യം എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അതല്ലാതെ അവർ പാസ് ചെയ്ത ഇൻഫർമേഷൻസൊക്കെ അത്യാവശ്യം ജെന്യൂൻ തന്നെയായിരുന്നു. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേ ബാക്കിൻ്റെ കാര്യം അവർ 2 years അല്ലെങ്കിൽ 1 year 9 months എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഫാക്കൽറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് സ്റ്റേ ബാക്ക് എന്നുള്ള സംഭവം ഇല്ല എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ക്ലിയർ ചെയ്തു, ശരിക്കും 9 months നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്, പ്ലസ് 1 year നമുക്ക് എക്സ്ട്രാ എടുക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 1 year. പക്ഷേ ആ 1 year നമുക്ക് വെറുതെ എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിനുള്ള ക്രെഡിറ്റ്സ് വേണം. നമ്മൾ അങ്ങനെ പിന്നെ ഏതെങ്കിലും തീസിസ് മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ള പീരിയഡോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പീരിയഡാണ് അത് 1 year. അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ നമുക്ക് സോ ആ 1 year നമുക്ക് ഏതെങ്കിലും നമ്മളിപ്പോൾ പഠിക്കുന്ന ഇപ്പം 3 years കോഴ്സ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 3 years നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ 3 years കഴിഞ്ഞിട്ടാണെങ്കിലും എടുക്കാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമുക്ക് ഏതാണോ നല്ലത് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് ഇയർ എൻറോൾ ചെയ്യുന്ന പിള്ളേരുണ്ട്. സോ നമ്മുടെ ഉചിതം പോലെ നമുക്ക് എങ്ങനെയാണ് അത് ബെനിഫിറ്റബിൾ ആവാന്ന് നോക്കിയിട്ട് അതുപോലെ. സോ ആ 1 year 9 months ഓൾറെഡി നമുക്ക് ഉണ്ട്. പിന്നെ ഏജൻസിക്കാരങ്ങനെ 100% ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആരും വരാൻ നിൽക്കണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അവരതൊരു
ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആരും നമ്മള് പോയിട്ട് അവര് പോയി രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കില്ല. അവര് വിചാരിക്കത്തില്ല. അപ്പൊ ഇത്രയും പൈസ കൊടുക്കുമ്പോ നമ്മള് അതിനെ പറ്റിയിട്ടുള്ള മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മള് ചെയ്യണം. പൂർണ്ണമായിട്ട് ഏജൻസി അവരുടെ ജോലി ചെയ്യുമെന്ന് വിചാരിക്കാണ്ട് കുറച്ച് നമ്മള് നമ്മുടെ ഇൻപുട്ട് ഇടുക, അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ എങ്ങനെയാ, അവിടെയുള്ള പിള്ളേരെ കോണ്ടാക്ട് ചെയ്യുക. സോ അതാണ് ഏജൻസിക്കാർ അവരുടെ ജോലി ചെയ്യുന്നു, നമ്മള് നമ്മുടെ ജോലിയും ചെയ്യുക. അതെ, അത്യാവശ്യം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാൽ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു തരാം. ഓക്കെ ഗൈസ്. പിന്നെ ഏജൻസി എങ്ങനെയാണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കുക കേട്ടോ. കാരണം എല്ലാ ഏജൻസികളും ഈ പറഞ്ഞ പോലെ ജെന്യൂൻ ആയിരിക്കണം എന്നോ ഒന്നുമില്ല. കുറെ തട്ടിപ്പ് ഏജൻസീസ് ഉണ്ട്. അതൊക്കെ നോക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ വീടെത്തി. ബൈ. ബൈ.